ഇങ്ങനെ ഒന്ന് വന്ന് മറിഞ്ഞ് പെട്ടെന്ന് വെച്ച് കെട്ടി സ്ട്രക്കായി പോയി. അപ്പം നമ്മളിവിടെ കുറച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല ഓവർടേക്കൊന്നുമില്ല. ഒരാൾ നടന്നു പോയി നിന്ന് കണ്ട ആളുണ്ട്, ഇവിടുന്ന് കണ്ട ആളുണ്ട്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അത് കണ്ടിട്ട് ബ്രേക്ക് ഇട്ടു. മറ്റേ അതായത് നമുക്ക് അങ്ങനെ ഒരു ഇത് അതിൽ പറയാൻ പറ്റുമോ, അങ്ങനെ ഒരു ഉറപ്പിച്ച് പറയുന്നില്ല. ഞാനത് കണ്ടില്ല, പക്ഷെ കണ്ട ആളുണ്ട് നടന്നു പോകുന്ന ആൾ. കുറച്ച് എന്നാലും അതിന് ആടെ നിർത്തിയിട്ടുമില്ല, ആടെ സ്റ്റോപ്പുണ്ട്. അയാൾക്ക് നേരിട്ട് ആൾ നടന്നു പോകുന്ന ആൾക്കാർ കണ്ടിന്. അപ്പോൾ നമ്മൾ എന്നിട്ട് വിളിച്ചു അന്നേരത്തിന് കാറും ബാക്കോട്ട് ഗ്ലാസ് ഉണ്ട്. വീട്ടിലെ ആൾക്കാരെല്ലാം കൂടി നമ്മളെല്ലാം കൂടിയിട്ട് എടുത്ത് വരുന്ന വാഹനം തേച്ച് സഹകരിച്ചു കേട്ടോ. വരുന്ന ഓട്ടോറിക്ഷക്കാരും കാറുകാരൊക്കെ ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ടോ? ഒരു ബസ്സിൽ 3/4 ആൾക്കാർക്കും പരിക്ക് തന്നെയാണ്. ചെറിയ ചെറിയ പരിക്കുണ്ട്, വലിയ പരിക്കുണ്ട്. തല വെച്ചടിച്ചാൽ അല്ല, അതിപ്പം കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് പോയിട്ടുണ്ടല്ലോ കുറേ ആൾ. പാസഞ്ചർ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ആശുപത്രിയിൽ നിന്ന് കണ്ണൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചാൾ മാറ്റിയിട്ടുണ്ടെന്ന് ഇപ്പം കിട്ടിയ വിവരം. ഞാനിപ്പോൾ അടുത്തേക്ക് പോകാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയാലും അറിയാം. അപ്പോൾ സംഭവം പോലീസിലെത്താൻ നന്ന വൈകിപ്പോയി കേട്ടോ. 3/4 മണിക്കൂർ കഴിഞ്ഞു. പോലീസ് എത്തിയിട്ടില്ല, ആംബുലൻസ് എത്തിയിട്ടില്ല. നാട്ടുകാർ ചേർന്നാണ് ബസ്സിൽ കുടുങ്ങി കിടന്ന ആളുകളെ പുറത്തിറക്കിയത്, കയറ്റിയത്. അത് ഉള്ളത് തുറന്നു പറയും. ആ വികാരിപ്പും ഉണ്ട്. പോലീസ് എത്താൻ നന്ന താമസിച്ചു, 3/4 മണിക്കൂർ. ഇതെന്തോ ഒരു വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് പോലെ. ഇവിടുന്ന് വിളിച്ചവർ ആംബുലൻസ് ഇപ്പം വരും. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. കണ്ണൂർ അമിത വേഗത്തിലായിരുന്നു. അമിത വേഗം എന്ന് പറയാനില്ല, വളവാണ്. കുറച്ച് എന്തായാലും ഈ ആളെ കണ്ട ഈ ആളുകൾ ഞാൻ തന്നെ വിട്ടു. സാധാരണ നേരത്തെയും ഈ ഭാഗങ്ങളിൽ അപകടം നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അപകടം പതിവാണ്. ഇപ്പം കുറവാണ്. മണ്ടുണ്ടായിരുന്നു. ഇപ്പം വാഹനമെല്ലാം വളരെ അപ്പുറത്തെല്ലാം പോകുന്നതുകൊണ്ട് വാഹനമില്ല. പിന്നെ അങ്ങോട്ട് ഇതിപ്പം ഒരു ഒത്തിരി കാലമായി ഇപ്പം വലിയൊരു അപകടം ഇല്ല. ബസ്സിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ബസ്സിന് ഫുള്ളും സീറ്റിങ്ങിനെല്ലാം ആളുണ്ട്.